അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മുർത്തിസിം ഖാൻ അവിടെ എത്തിയതായിരുന്നു. അപ്പോൾ ഇന്ന് പാർട്ട് 2 ആണ്. അപ്പം മുർത്തിസിം ഖാൻ മീറബിനെ അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വലിച്ച് കാറെ കയറ്റി വീട്ടിലേക്ക് വരാൻ പറയുന്നതാണ്. അങ്ങനെ ഇവർ വീട്ടിൽ ചെന്നിട്ട് അങ്കിളുടെ പേരാണ് അൻവർ. അപ്പോൾ അൻവർ ഇങ്ങനെ മീറബിൻ്റെ അച്ഛൻ്റെയോടും അമ്മേൻ്റെയോടൊക്കെ ചോദിക്കും, എവിടെ മീറബ് ഇവിടെ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇവരൊക്കെ പറയും, അവൾ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വല്ലതും പോയതായിരിക്കും, അവളിപ്പോൾ വരും എന്നൊക്കെ പറയും. അന്നേരം അൻവർ മുർത്തിസിമിനെ വിളിക്കും, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അപ്പം മുർത്തിസിമും മീറബ് എപ്പോഴും തമ്മിൽ കണ്ട അടിയാണ്. അങ്ങനെ ഇവളിങ്ങനെ പറയും, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, ഇങ്ങോട്ട് ഉത്തരവിടാനൊന്നും നിൽക്കരുത് എന്നൊക്കെ മീറബും മുർത്തിസിമും തമ്മിൽ അങ്ങനെ അടിയാവും. അങ്ങനെ മുർത്തിസിം ആണെങ്കിൽ ഇവളെ വിളിച്ച് പറഞ്ഞ്, നീ നിൻ്റെ വീട്ടിലായിക്കോട്ടെ, പക്ഷേ നീ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എപ്പോൾ കണ്ടാലും അടിയാണ്. ഇവർക്ക് തമ്മിൽ അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ അങ്കിൾ വിളിച്ചതുകൊണ്ട് ഇവർ ഹോളിലേക്ക് ചെല്ലും. മീറബ് ഓടി വീട്ടിൽ കയറും. എന്നിട്ട് അങ്കിളാണെങ്കിൽ ഇങ്ങനെ അവളുടെ ഡാഡിയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇവൾ റോഡ് കടന്ന് അടി ഉണ്ടാക്കിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാം. നമ്മുടെ കുടുംബത്തിൻ്റെ റെസ്പെക്റ്റ് ഒക്കെ ഇവൾ നശിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കായിരുന്നു. അന്നേരം മീറബും അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നമ്മുടെ സെർവൻറ്റിനെ ഹെൽപ്പ് ചെയ്തതാണ് എന്നൊക്കെ പറയും. അങ്ങനെ അച്ഛനാണെങ്കിൽ ഇവളെ അടുത്ത് ഇങ്ങനെ റൂമിൽ കയറി പോകാൻ പറയും. അന്നേരം ഞാൻ പോവില്ല, ഞാൻ എന്തിനു പോകണം എന്നൊക്കെ പറഞ്ഞേരം അച്ഛൻ അടിക്കാൻ നോക്കും. അന്നേരം മീറബ് ഞെട്ടി റൂമിലേക്ക് കയറിപ്പോവും. അന്നേരം അൻവർ ഇങ്ങനെ പറയും, നിങ്ങൾ എന്തായാലും ഇനി വില്ലേജിലേക്ക് വാ, നമ്മുടെ മുർത്തിസിം ഖാൻ്റെ അമ്മ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ബാക്കി, ബാബി ബീഗം എന്നാണ് അവരെ വിളിക്കുക. അപ്പം ബാക്കി ബാബി ബീഗം തീരുമാനിക്കുന്ന പോലെ ഉണ്ടാവും എന്ന് പറയും. അതും പറഞ്ഞ അൻവറും മുർത്തിസിമും ഗ്രാമത്തിൽ പോവും, അവരുടെ വീട്ടിൽ പോവും. അങ്ങനെ അവരിവിടെ വന്നിട്ട് അൻവർ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാം, നമ്മുടെ മോള് അവിടെ കിടന്ന റോഡിൽ നിന്ന് അടി ഉണ്ടാക്കിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. മുർത്തിസിമിൻ്റെ അമ്മ പറയും, അത് മീറബിൻ്റെ അച്ഛൻ നോക്കിക്കോളും എന്നൊക്കെ പറയും. അന്നേരം അയാൾ പറയും, അത് എൻ്റെ മോളാന്ന് പറയും അൻവർ. അന്നേരം പിന്നെ മുർത്തിസിം നോക്കുന്നേരം പറയും, നമ്മുടെ മോളാണ്, നമ്മളെ ഈ വീടിൻ്റെ ഒക്കെ റെസ്പെക്റ്റാണ്, ഇസ്സത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇസ്സത്ത് എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് തന്നെ. അങ്ങനെ മുർത്തിസിമിൻ്റെ അഭിപ്രായം ചോദിക്കും അമ്മ. അന്നേരം മുർത്തിസിം പറയും, അവളെ കല്യാണം കഴിപ്പിച്ച് വയ്ക്കുക, അതൊരു നല്ല ഇതാന്ന് പറയും. അന്നേരം അൻവറും അമ്മയും ഒക്കെ ഇങ്ങനെ, അങ്കിളും അമ്മയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അതൊരു നല്ല ഡിസിഷൻ തന്നെയായിരിക്കും, അതാവുമ്പം മീറബിൻ്റെ അച്ഛനും വലിയ എതിർപ്പൊന്നും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കും. പിന്നെ കാണിക്കുന്നത് മീറബിനെയാണ്. മീറബാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. അച്ഛനാണെങ്കിൽ അടിക്കാൻ നോക്കിയതിൻ്റെ, അച്ഛൻ്റെ പ്രിൻസസ് ആണല്ലോ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, അച്ഛൻ ഞാനിവിടെ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അച്ഛൻ പറഞ്ഞു കൊടുക്കും, മോൾ അങ്കിളിൻ്റെ അടുത്ത് റൂഡായിട്ടല്ലേ സംസാരിച്ചത്, മോൾ തന്നെയാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കിയത് എന്നൊക്കെ പറയും. പക്ഷെ ഞാനെന്ത് ചെയ്തിക്കോ, അവരൊക്കെ ആരെ എൻ്റെ ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അന്നേരം അവർക്ക് നമ്മുടെ ലൈഫിൽ ഡിസിഷൻ ഉണ്ട് മോളെ, മോക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും. അന്നേരം ഇവൾ പറയും, എന്നാൽ മനസ്സിലാക്കിത്താ, ഞാൻ മനസ്സിലാക്കും എന്നൊക്കെ മീറബും പറയും. ഞാനിതിപ്പോൾ എന്താക്കാനാ എന്നൊക്കെ ചോദിക്കും. അച്ഛൻ പറയും, മോളെന്തായാലും നമ്മൾ ഗ്രാമത്തിൽ പോകണം എന്തായാലും, എന്നിട്ട് അങ്കിളിനെ കണ്ടിട്ട് നമുക്ക് മാപ്പ് പറയണം എന്നൊക്കെ പറയും. അന്നേരം ഇവൾ പറയും, ഞാൻ മാപ്പൊന്നും പറയില്ല, പക്ഷെ അച്ഛന് വേണ്ടി മാപ്പ് പറഞ്ഞേ പറ്റുമോ, അല്ലെങ്കിൽ അച്ഛൻ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവൾ നിർബന്ധിതയാണ്. അങ്ങനെ ഇവർ ഗ്രാമത്തിൽ പോവും. എന്നിട്ട് ഇവൾ നേരെ അങ്കിളിൻ്റെ അടുത്ത് വരും. അങ്കിളിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പം അങ്കിൾ പറയും, നിനക്ക് തെറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, മാപ്പ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. അന്നേരം ഇവൾ പറയും, ഞാനെന്ത് തെറ്റാണ് ചെയ്തത്, ഞാനിവിടെ വന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ്, ഞാനെന്തോ ചെയ്തത് അച്ഛന് തെറ്റായി തോന്നി, അതുകൊണ്ട് അച്ഛൻ്റെ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ അവളെ ഇറങ്ങി വരുന്ന സമയത്ത് മുർത്തിസിമുമായിട്ട് തട്ടി വിൽക്കാൻ നോക്കും. അന്നേരം മുർത്തിസിം പിടിക്കും. എന്നിട്ടാണെങ്കിൽ അവർ അവിടെ നിന്ന് അടി, അവർക്ക് വീണ്ടും കിരിമാമ്പോ. അങ്ങനെ മുർത്തിസിം മീറബിൻ്റെ അടുത്തുനിന്ന് റൂമിലേക്ക് വന്നേരമുണ്ടാവും, ഹായ റൂമിൽ. ഹയേനെയും കൂടെ കണ്ടപ്പം ദേഷ്യം പിടിച്ചിരിക്കുകയായിരിക്കും മുർത്തിസിം. അന്നേരം ഹയ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വന്നിരിക്കും. പക്ഷേ എനിക്ക് നിൻ്റെ ഒന്നും ആവശ്യം ഹെൽപ്പില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാനറിയാമെന്നൊക്കെ പറഞ്ഞാൽ ഹയനെ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് പറയും, റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കും.
അങ്ങനെ മുർത്തിസിം ഹയൻ്റെ കൂടെ ദേഷ്യപ്പെട്ടതിൽ ഇവൾ നേരെ മീരബിൻ്റെ അടുത്ത് വരും. നീ കാരണമാണ് മുർത്തിസിം എൻ്റെ അടുത്ത് ഇങ്ങനെ റൂഡായിട്ടൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ഹയ മീരബിൻ്റെ അടുത്ത് പറയും. ആന്നോ, എന്നാൽ പിന്നെ വലിയ കാര്യമായി, എന്നാൽ പിന്നെ നീ എന്തിനാ എന്ത് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഓൻ്റെ വഴി ഇങ്ങനെ പോകുന്നേ എന്നൊക്കെ പറയും. അന്നേരം ഹയ പറയും, എനിക്കിത് എന്തായാലും നിന്നെ പോലെ ഒന്നും ആവണ്ട എന്നും പറഞ്ഞു. എന്നാൽ ഓക്കെ, നീ എന്നാൽ ഇവിടെ കുത്തുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് മീരബു അങ്ങോട്ട് പറയും. കിട്ടാനുള്ള കിട്ടുമ്പോഴേ മനസ്സിലാവും എന്നുള്ള രീതിക്ക് അവരും പറയും. പിന്നെ മീരബിൻ്റെ അച്ഛനും മുർത്തിസിമിൻ്റെ അമ്മയും കൂടെ, മുർത്തിസിമിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രേവ് യാർഡിലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് മീരബിൻ്റെയും മുർത്തിസിമിൻ്റെയും ഒക്കെ കാര്യം. മീരബിൻ്റെ കല്യാണ കാര്യം പറയാനാണ് മെയിനായിട്ട് അവിടെ പോയത്. ഇവരൊക്കെ കൂടെ ഇരുന്ന് കല്യാണ കാര്യം സംസാരിക്കുകയാണ്. മീരബിന് എന്തായാലും കല്യാണം കഴിച്ചിടണം, എന്തായാലും ലോ ഒന്നും പഠിപ്പിക്കാൻ ഇവിടുന്ന് താല്പര്യപ്പെടുന്നില്ല. ഇവിടുത്തെ അമ്മയും അങ്കിളൊന്നും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഇവരുടെ സമ്മതമില്ലാതെ മീരബിൻ്റെ അച്ഛനും വലിയ ഡിസിഷൻസ് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഇവരിത് കേട്ട് ഞെട്ടി മീരബിൻ്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയും അവൾ കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അവസാനം ഇവർ വീട്ടിലെത്തിയ സമയത്ത് മീരബ് ഇങ്ങനെ പറയും, എന്ത് വാ അച്ഛാ, അതെന്ത് വാ, ഇനി എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവല്ലേ പ്ലീസ്, എനിക്ക് അത്രയ്ക്ക് അവിടെ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാനിനി അങ്ങോട്ടേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അവളുടെ അമ്മ ചോദിക്കും, എന്താണ് അവിടെ ഇഷ്ടമില്ലാത്തതെന്ന് ചോദിക്കും. അന്നേരം ഇവൾ പറയും, എനിക്ക് അവിടെ മൊത്തത്തിൽ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ആ മുർത്തിസിമിനെ. അങ്ങനെ അച്ഛനൊക്കെ പറയും, അവൻ നല്ല മോനല്ലേ, അവന് നല്ല റെസ്പെക്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള മോനാന്നൊക്കെ പറയും. അന്നേരം അവൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അന്നേരം പിന്നെ ഇവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന നേരം മുർത്തിസിം വിളിക്കുന്നതാണ് കാണുന്നത്. ഇവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അവളെ ലോൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മുർത്തിസിം വിളിക്കും. എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കും. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ നിൽക്കുന്നു, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, നീ ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞ് ഇവളെ ഫ്രണ്ട്സുമായിട്ട് തന്നെ പോവും. അന്നേരം മുർത്തിസിം നേരെ ഇവളെ വീട്ടിലേക്ക് വരും. അന്നേരം അവിടുത്തെ മെയ്ഡ് പറയും, അവളിവിടെ ഇല്ല, ബർത്ത്ഡേ ആയതുകൊണ്ട് പുറത്ത് പോയിരിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഒരു മെയിൽ ഫ്രണ്ടിലായിരുന്നു, അവൻ്റെ പേരാണ് റോഹിൽ. അപ്പോൾ റോഹിലൊക്കെ ആണെങ്കിൽ അവിടെ നല്ല പോലെ പാർട്ടീൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മീരബിന് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ റോഹിൽ അവൾക്കൊരു ബൊക്കെയൊക്കെ കൊടുക്കും. അന്നേരം ആൾക്കാർ ചോദിക്കും, എന്താ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഗിഫ്റ്റ് എവിടെയെന്ന്. അന്നേരം റോഹിൽ പറയും, ആദ്യം ഇത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നൊക്കെ പറയും. അപ്പോൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ നേരത്തേക്ക് നമ്മുടെ മുർത്തിസിം അവിടെ വരും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. മീരബാണെങ്കിൽ മുർത്തിസിമിനെ കണ്ട് ഷോക്കായിട്ട് ഇരിക്കുകയായിരിക്കും. ഇവർ സാധാരണ ബർത്ത്ഡേ ആഘോഷിക്കുക ഗ്രാമത്തിലാണല്ലോ, മുർത്തിസിമിൻ്റെ വീട്ടിൽ നിന്നാണല്ലോ. സോ മുർത്തിസിം അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടേക്ക് വന്നത്. അന്നേരം മീരബിൻ്റെ കൂടെ വരാൻ പറയും. മീരബ് പറയും, ഞാനെന്തിനു വരണം, നീ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അവസാനം മുർത്തിസിം മീരബിൻ്റെ കൈ പിടിച്ച് പോകാൻ നോക്കും. അന്നേരം മറ്റേ റോയൽ കയറി മുർത്തിസിമിൻ്റെ കൈ പിടിക്കും. ഹേയ്, തന്നെ ഒന്നാമത് ഇവിടെ ക്ഷണിച്ചിട്ടില്ല, പിന്നെ താനാരാ ഇവളെ കയ്യിലൊക്കെ കയറി പിടിക്കാൻ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കും. അന്നേരം മുർത്തിസിം ചോദിക്കും, നീ പറയുന്നോ അല്ലെങ്കിൽ ഞാൻ പറയണോ എന്ന് ചോദിക്കും. അന്നേരം മീരബ് പറയും, അതെൻ്റെ കസിനാണ് എന്നൊക്കെ പറയും. മുർത്തിസിം വിട് എന്നൊക്കെ പറയും. അങ്ങനെ റോയൽ ഇങ്ങനെ അടി ഉണ്ടാക്കാൻ നോക്കും. അന്നേരം മുർത്തിസിം നേരെ കയറി റോയലിൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ നോക്കും. അന്നേരം റോയലൊന്ന് പേടിച്ചു, എല്ലാവരും അവിടെ ഒന്ന് പേടിച്ചു. അന്നേരം മീരബാണെങ്കിൽ മുർത്തിസിമിനെ മാറ്റി നിർത്തും. എന്നിട്ട് മുർത്തിസിമിനെയും കൂട്ടിയിട്ട് അവർ പോകാൻ നോക്കും. അന്നേരം മുർത്തിസിം ഇവൾ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മീരബ് ഇങ്ങനെ പറയും, എന്നെ വിട്, താനെന്താ കളിക്കുന്നത്, എനിക്ക് എന്ത് ഇതാണുള്ളത് എൻ്റെ മേലിൽ നോക്കും. അന്നേരം മുർത്തിസിം നേരെ ഇവളെ അച്ഛന് ഫോൺ ചെയ്തിട്ട് പറയും, നിങ്ങളെന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് പറയും. അന്നേരം ഇവളെ അച്ഛനെ വിളിച്ച്, അച്ഛ ഇതൊക്കെ എന്താ അച്ഛാ, ഇവരെന്തിനാ എൻ്റെ ബർത്ത്ഡേ പാർട്ടി കൊളാക്കാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അവസാനം ഇവള് ഗ്രാമത്തിൽ പോയ സമയത്ത് അവിടെ ഉണ്ടാവും ഇതേപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ കേക്ക്, മറ്റേ ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയും ഇങ്ങനെ ഇവളെ വെൽക്കം ചെയ്യാനായിട്ട് ആൾക്കാരിങ്ങനെയൊക്കെ ആയിരുന്നു. അവളവിടെ എത്തിയതും വേറെ ഒരാളെയും കാണുന്നില്ല. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അൻവർ അങ്കിളാണ് ഇതൊക്കെ സെറ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ അവളുടെ പപ്പ അവളോട് പറയും. അങ്ങനെ എല്ലാവരും ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് നന്നായി വരും എന്നൊക്കെ അങ്കിളും പറഞ്ഞിട്ട് അങ്കിൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടുപോവാണ് മോളെ. ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യാൻ പോകും. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അമ്മ, മുർത്തിസിമിൻ്റെ അമ്മ ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് സ്വന്തം കയ്യിലെ വളയൊക്കെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്തിട്ട്
ഒരു കാര്യം അന്നേരം അനൗൺസ് ചെയ്യും. ഇത് മാത്രമല്ല, അമ്മ പറയും, ഇത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, എനിക്കിവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്നൊക്കെ പറയും. അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കും. അന്നേരം പെട്ടെന്ന് അമ്മ അനൗൺസ് ചെയ്യും, ഞാൻ നമ്മുടെ മീരബിനെ എൻ്റെ മകൻ മുർത്തിസിമുമായിട്ട് മുർത്തിസിമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനിവിടെ എന്ന് പറയുകയാണ് എന്നൊക്കെ അവരെ കല്യാണം ഉറപ്പിച്ച രീതിയിൽ അവർ സംസാരിക്കുന്നു. മീരബും ഞെട്ടി, മുർത്തിസിമും ഞെട്ടി. അവർക്ക് രണ്ടാൾക്കും ഒരു പിടുത്തമില്ലായിരുന്നു ഇതിനെപ്പറ്റി. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.